ഹായ്, ഈ കാണുന്ന സസ്യത്തിൻ്റെ പേര് റവോൾഫിയ ടെട്രാഫൈല എന്ന ശാസ്ത്രനാമമുള്ള ഒരു സസ്യമാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ ചിലയിടങ്ങളിൽ പാമ്പും കൊല്ലി അല്ലെങ്കിൽ കട്ടാമൽപ്പൊരി എന്നൊക്കെ വിളിക്കുന്ന ഒരു സസ്യമാണിത്. ഇത് സാധാരണ വലിയ പൊക്കമില്ലാതെ വളരുന്ന ഒരു സസ്യമാണ്. ഒരു 70-75 സെൻറ്റിമീറ്റർ പൊക്കം വയ്ക്കുന്ന ഒരു സസ്യമാണ് ഇത്. നമുക്ക് സാധാരണ ഇത് വീട്ടിൽ അലങ്കാര ചെടിയായിട്ടും ഒരു ഔഷധ സസ്യമായിട്ടൊക്കെ വളർത്താൻ കഴിയുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ പ്രധാനമായ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഇലയും വേരും ഒക്കെയാണ് ഇതിൻ്റെ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഔഷധ രീതികളെ പറ്റിയോ ഉപയോഗങ്ങളെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കായ. അപ്പോൾ ഇത് ഇതിലൊരു പൂവ് ആദ്യം ഉണ്ടാകും, അതിനുശേഷം ഒരു പച്ചക്കായ, പിന്നെ ഒരു റെഡ്. ഇത് പൂർണ്ണമായും പഴുക്കുമ്പോൾ ബ്ലാക്ക് ആവും. ഇതാണ് ഇതിൻ്റെ കായ. ഇതൊരു തെച്ചിപ്പഴത്തിൻ്റെ അത്ര വലിപ്പമേ ഇതിനുണ്ടാകത്തുള്ളൂ ഈ കായയ്ക്ക്. അപ്പോൾ ഈ കായയ്ക്ക് പ്രത്യേകമായൊരു ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ചവർപ്പാണ്. അല്ല, ഇത് വലിയ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു പഴമല്ല ഈ ചെടിയുടെ പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് മെക്സിക്കോ, അമേരിക്കയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതിൽ വിദേശങ്ങളിൽ ഇതിൻ്റെ പേര് ഡെവിൾ പെപ്പർ എന്നൊരു പേരൊക്കെ ഈ സസ്യത്തിനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഇതൊരു അലങ്കാര ചെടിയായിട്ട് വളർത്താം. കാരണം വെച്ചാൽ ഇതിങ്ങനെ നിറയെ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ നിറയെ ഉണ്ടാവും. ചുവപ്പും കറുപ്പുമായിട്ടുള്ള പഴങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിന്. അപ്പോൾ ഇതാരും അങ്ങനെ വളരെയധികം കണ്ടിട്ടില്ലാത്ത ഒരു സസ്യമായിരിക്കും ഈ ടെട്രാഫൈല റവോൾഫിയ എന്ന് പറയുന്ന ഈ സസ്യം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ വീണ്ടും പുതിയ ഔഷധ സസ്യങ്ങളുമായി വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. ഫോളോ ചെയ്യുക.